നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്നിയൻ രവീന്ദ്രനും. പന്നിയൻ രവീന്ദ്രൻ CPI സ്ഥാനാർത്ഥിയാണ്. CPI സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പന്ന്യനിലൂടെ തിരുവനന്തപുരത്തിനെ തിരിച്ചു പിടിക്കണം, തിരിച്ചു നേടിയെടുക്കണം എന്ന ഒരാഗ്രഹം വെച്ച് പുലർത്തുന്നു. പക്ഷേ ശശി തരൂരിനോടും രാജീവ് ചന്ദ്രശേഖറിനോടും കിടപിടിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണോ CPIയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിശക്തമായ മത്സരം നടക്കുന്നത്, ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ പോലും, കാരണം CPI അല്ലെങ്കിൽ CPM രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു മത്സരം ഉണ്ടാകും. പക്ഷേ ഇവിടെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. തരൂര് കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കൃത്യമായ ഒരു ഉത്തരമില്ല. പക്ഷെ തരൂർ പറയുന്നത്, ഞാൻ നിരവധി കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഫ്ലെക്സ് വയ്ക്കേണ്ടതായ ആവശ്യമില്ല, ഫ്ലെക്സ് ഞാൻ വെച്ചിട്ടുമില്ല. പക്ഷേ പലയിടത്തും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം നഗരത്തിനോടും നഗരത്തിനകത്തും ഒക്കെ തന്നെ തരൂരിൻ്റെ പേരിൽ കുറേ ഹൈമാക്സ് ലൈറ്റുകൾ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എല്ലാം വെളിച്ചം ഞാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. 2009 നമ്മൾക്കറിയാം, ഈ ജയിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ പറഞ്ഞത് ഇവിടം എന്താക്കുമെന്ന് ബാഴ്സലോണയാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. ബാഴ്സലോണ വേണ്ട, തിരുവനന്തപുരത്തിന് അതിൻ്റേതായ ഒരു സൗന്ദര്യമെങ്കിലും നിലനിർത്താൻ സാധിച്ചാൽ മതിയായിരുന്നു. പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടായില്ല. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം പലരും വന്ന് നിന്ന് പോയി ജയിച്ചു പോവുകയാണ്. കുറേ വരുത്തന്മാർ മാത്രമുള്ളതാണ്. ആർക്കും തിരുവനന്തപുരമായിട്ടൊരു ബന്ധവുമില്ല. തിരുവനന്തപുരത്തുകാരനായിട്ട് ഉണ്ടായിരുന്നത് ചാൾസ് MP മാത്രമായിരുന്നു. അത് 3 തവണ ജയിച്ചു. പക്ഷേ തിരുവനന്തപുരത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, കോൺഗ്രസ് MPയുമായിരുന്നു. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ VS ശിവകുമാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതിൻ്റെ തുടർച്ച തന്നെയാണിപ്പോൾ തരൂരിന് പിന്നെ വിശ്വപൗരനെന്നും വിശ്വനായരെന്നും ഒക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ പെരുന്നയിലെ പോപ്പിൻ്റെ പിന്തുണയും കൂടി ഉണ്ടാകുമായിരിക്കും. പക്ഷേ തരൂരിനെ എതിരിടാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് കേന്ദ്രം നേതൃത്വം, BJP കേന്ദ്ര നേതൃത്വം അങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖറിന് മാത്രമേ തരൂരിനോട് കിടപിടിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് കീഴടങ്ങാൻ പോകുന്നത് ആരാണ് എന്നാണ് ഇനി അറിയേണ്ടത്. തരൂരിന് തോൽവി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ശശി തരൂർ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചപ്പോൾ, മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചപ്പോൾ തരൂരിനെ പരാജയപ്പെടുത്താൻ മുൻകൈയിട്ടിറങ്ങിയത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാരണം ഈ കോൺഗ്രസ്സുകാർ എപ്പോഴും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ കൈകൾ കൊണ്ട് തന്നെ മാത്രമാണ്. തരൂരിന് ഇക്കുറി 4ാം തവണ മത്സരിക്കാൻ ഇറങ്ങുന്ന അവസരത്തിൽ തരൂരിന് പരാജയം നേരിടാൻ പോകുന്നത് കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസ്സിലുള്ള പലരും BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും പലരും ഒരു പാതി മനസ്സോടുകൂടി നിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിലേക്ക് ശക്തമായ ഒരു കൂടുമാറ്റം ഉണ്ടാവുകയും ചെയ്യും. തരൂരിന് ഇവിടെ തിരുവനന്തപുരത്ത് വലിയ തകർച്ച നേരിടേണ്ടി വരികയും ചെയ്യും. പന്ന്യൻ രവീന്ദ്രൻ 3ാം സ്ഥാനത്ത് നിൽക്കും. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു വിജയത്തിലേക്കായിരിക്കും, കേരളത്തിൽ ഒരു സീറ്റായിരിക്കും BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നത്. അത് തിരുവനന്തപുരം തന്നെയായിരിക്കും. ആറ്റിങ്ങലും അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്താണ് യഥാർത്ഥ മത്സരം നടക്കുന്നതെന്നുള്ളതാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു അറിയില്ല, കേട്ടിട്ടില്ല എന്നൊക്കെ. 2009 തരൂർ മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴും ഇത് തന്നെയാണ് പലരും പറഞ്ഞത്, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മലയാളം അറിയില്ല എന്നൊക്കെ. പക്ഷേ
15 വർഷം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് എന്ത് തിരുവനന്തപുരത്തിന് നേടി എന്നുള്ളതാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഒരു ചെറിയ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതി അനുസരിച്ച് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് വിമാനത്താവളത്തിൻ്റെ വികസനം, അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട്. അല്ലാതെ യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. പഴയ തിരുവനന്തപുരം തന്നെയാണ്. തരൂര് ഇക്കുറി രാജീവ് ചന്ദ്രശേഖറിന് കീഴടങ്ങും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്.